ഹലോ എവരിവൺ. അങ്ങനെ ആദിലയും അനുമോളും വീണ്ടും അടിമക്കളെ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെക്കാം. ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, അതായത് പുറത്തായ എല്ലാ കണ്ടസ്റ്റൻറ്റും വീണ്ടും ബിഗ് ബോസിലേക്ക് കയറുകയാണ്. എല്ലാവരും അനീഷിന് വലിയ സ്ഥാനം, അതായത് അനീഷേട്ടാ അതായത് പുറത്ത് അനീഷിന് വല്ലാത്ത സപ്പോർട്ടുള്ള കാര്യം അവിടെയുള്ള എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞു. ആദിലക്കും നൂറക്കും ഷാനവാസനും നെവിനും ഒരു കാര്യം ഉറപ്പായി, കപ്പ് അനീഷ് കൊണ്ടുപോകും. കാരണം പുറത്തായ കണ്ടസ്റ്റന്റ് അനീഷിനെ മാത്രമാണ് അവിടെ കയറിയത്. അനീഷേട്ടാ സുഖല്ല അനീഷേട്ടനെ, അതായത് ഈ പറയുന്ന അനീഷിനെ കെട്ടിപ്പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നെവിനൊക്കെ ഒരു കാര്യം ഉറപ്പായി, ഇവർക്ക് എല്ലാവർക്കും അനീഷിനോട് എന്താ ഇത്ര ഇഷ്ടം. അനുമോളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ പറയുന്ന അപ്പാനി ശരത്ത് അനുമോളെ പഞ്ഞി കിട്ടും, അതിലേക്കൊക്കെ നമുക്ക് വരാം. ആദ്യം ഇന്ന് ഏറ്റവും അവസാനം വന്ന 2 പ്രൊമോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഓക്കെ, അടുത്ത പ്രൊമോ. ബിഗ് ബോസ് മാരി.com നന്നായിട്ടുണ്ട്. എന്ത് സ്ട്രാറ്റജിയുടെ ഭാഗമായാലും സ്ട്രാറ്റജി അല്ല, അനുമോള് കബളിപ്പിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ല അറിയുള്ളൂ. ഞാനും അനുമോളും തമ്മിലുള്ള വിഷയം അതവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി. വേറൊരു മൂന്നാമതൊരാൾ വന്നിട്ട് അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യം എന്താ? മുൻഷി രഞ്ജിത്ത് വീണ്ടും ഏറിൽ മക്കളെ. അനീഷിൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ലാത്ത മുൻഷി രഞ്ജിത്ത്. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ ആദിലയും അനുമോളും അടിയായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ഈ പറയുന്ന ബിൻസി ഉൾപ്പെടെയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റും തിരിച്ച് വന്നപ്പോൾ ആദ്യം കെട്ടിപ്പിടിച്ചത് ഈ പറയുന്ന അനീഷിനെയാണ്. അതായത് ഇവർക്ക് എല്ലാവർക്കും അറിയും അനീഷ് വിജയിക്കും, അത് ഉറപ്പാണ്. കാരണം അത്രയും പ്രേക്ഷക സപ്പോർട്ടാണ് അനീഷിനുള്ളത്. വലിയൊരു ചതിയാണ് അനുമോൾ അനീഷിനെ ചതിച്ചത്. ആ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബിൻസിക്ക് എല്ലാവർക്കും അറിയുമല്ലോ. അത് കാരണമായിട്ടാണോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചത്. നമുക്കേതായാലും അനുമോളും ആദിലയും അടിയായ ഒരു വീഡിയോ ക്ലിപ്പ്, അടിയായതിനു ശേഷം ആദിലയും നൂറയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, 6 ദിവസമേ ഉള്ളൂ. നമുക്ക് ദിവസമാണെങ്കിലും എനിക്ക് എന്നെ പോലെ നിൽക്കാൻ പറ്റത്തോ? അല്ല, നമ്മളാരും നമ്മളെ പോലെ അല്ലാണ്ട് നിൽക്കുന്നൊന്നും ഇല്ല ഇവിടെ. ആണല്ലേ, എല്ലാരും പോലെ തന്നെ നിൽക്കണത് അല്ലേ? എന്ത് എല്ലാരും പോലെ തന്നെ നിൽക്കുന്നത്? എല്ലാരും അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ പറയുമ്പോ വ്യക്തമായിട്ട് പറ. ഞാനിപ്പോ എന്റെ കാര്യവും ബേബിന്റെ കാര്യവും പറയാം. നമ്മളെ പോലെ തന്നെ നിന്നത്, അല്ലാണ്ട് അതിലപ്പുറം വേറെ ആളായിട്ടൊന്നും അല്ല. ഞാൻ വേറെ ആൾക്കാരെ കാര്യം പറഞ്ഞത് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കും. അതിപ്പോ നമ്മൾ നോക്കണ്ടാവൂല, അങ്ങനെ ആയിരിക്കാം. നോക്കണ്ട, വിട്ടേക്ക്. സംസാരം തന്നെ ഉപേക്ഷിച്ചേക്ക്, എന്നെ വെറുതെ വിട്. സംസാരം ഉപേക്ഷിക്കണ്ട, എനിക്ക് സംസാരിക്കണോ? അതാണ് ഞാൻ വന്നത്. സംസാരിച്ചിട്ട് പോയിക്കോ. മോളോട് മിണ്ടുന്നില്ലല്ലോ അവള്? എന്നോട് മിണ്ടുന്നുണ്ട്. ബേബിനെ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി എണീപ്പിക്കാൻ എന്നോടാ പറഞ്ഞത്. കേട്ടല്ലോ നിങ്ങൾ, ലൈവിൽ ചെറിയ രീതിയിൽ അടിയായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ആദിലയോട് അനുമോൾ സംസാരിക്കുന്നില്ല. ഓക്കെ, എന്താണ് ഈ വിഷയത്തിൽ ഡയാന ഹമീദിന് പറയാനുള്ളത്? നമുക്ക് ഡയാന ഹമീദ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടു നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ലവ് സ്ട്രാറ്റജി നടക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏഷ്യനെറ്റ് വരെ ഭയങ്കരമായിട്ട് നല്ലൊരു കണ്ടന്റ്. അപ്പോൾ ബിഗ് ബോസ് കഴിയാനായിട്ട് ഇനി ഒരാഴ്ചയും കൂടി കറക്റ്റ് ഉള്ളൂ അല്ലേ? എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അതിലുണ്ട്. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എൻ്റെ ഫ്രണ്ട് അനുമോൾ ഇസ് ദേർ. ഫുൾ സപ്പോർട്ടാണ്. അനുമോൾ ജയിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. റിയൽ ആയിട്ട് തന്നെയാണ് അനുമോൾ അവിടെ നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ലൈഫിലും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ബിഗ് ബോസ് ഹൗസ് നിങ്ങൾ കാണുന്നവരല്ലോ, പോയി കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജീസ് അവിടെ എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതനുസരിച്ച് അവർക്ക് പ്ലേ ചെയ്യേണ്ടി വരാറുണ്ട്. ഒരു ഫിസിക്കൽ ഗെയിം. ഡയാന ഹമീദെ ഒരു കാര്യം പറയുകയാണ്, അത് കളിയാണ്, ബിഗ് ബോസ് ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഗെയിം കണ്ടിട്ടാണ് അവിടെ സപ്പോർട്ട് കൊടുക്കേണ്ടത്, അല്ലാതെ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അനുമോള് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അനുമോളെ സപ്പോർട്ട് കൊടുക്കാം. അതൊരു ഗെയിം ഷോയാണ്. അപ്പോൾ ഗെയിമിനെ ഗെയിമായിട്ട് നമ്മൾ കാണണം. എനിക്ക് ഡയാന ഹമീദിനോട് ഇങ്ങനെയാണ് പറയാനുള്ളത്. പൊന്നുമക്കളെ, ഒരു കാര്യം പറയുകയാണ്, ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതായത് അനുമോളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിരന്തരം വിടുന്നൊരു വീഡിയോ ക്ലിപ്പാണ്. അനീഷിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നൊരു വീഡിയോ ക്ലിപ്പാണ്. അതായത് മുമ്പ് അനീഷും അനുമോളും ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈ പറയുന്ന അനീഷ് അനുമോളെ മോശമായി നോക്കി ചിന്തിച്ചു, അതുകൊണ്ടാണ് അനീഷ് പ്രപ്പോസ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, മനസ്സിന് സന്തോഷം കിട്ടുമെന്ന് വെച്ചാൽ, മനസ്സ് ഹീലാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കരയേണ്ടത് നല്ലത് തന്നെയാണ്.
കുറെ നാളോട് സഹിക്കുന്നത് ഇറങ്ങി പോവാൻ പോലും തോന്നുവാ ഇവിടുന്ന്. എൻ്റെ വീട്ടുകാർ പോലും എന്നെ ഇങ്ങനെ കരയിപ്പിക്കാറില്ല, ഒരു കണക്കിനും എൻ്റെ വീട്ടുകാരെ വിഷയിപ്പിക്കത്ത് കൂടിയില്ല. ഇത് ചെയ്യാത്ത കുറ്റത്തിന് എല്ലാത്തിനും എൻ്റെ തലയിൽ വരും ഓരോന്ന്. ഭക്ഷണം കൊടുത്താൽ കുറ്റം, കൊടുത്തില്ലെങ്കിൽ കുറ്റം, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഭക്ഷണ കാര്യത്തിലാണ്. വേറെ എന്തെങ്കിലും കാര്യത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഇന്ന് രാവിലെ ടോയ്ലറ്റിൻ്റെ പ്രശ്നത്തിൽ സർജറി ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന മൂക്കും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടി അടിച്ച് മനസ്സിലാക്കി മുകളിലോട്ടാക്കി വെച്ച് മൂക്കിനെ. ഇപ്പൊ മനസ്സിനൊരു ആശ്വാസം തോന്നുന്നുണ്ടോ? ഇവിടെ മുതലാണ് അനീഷ് അനുമോളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അന്നത്തെ ദിവസം അനീഷ് മോശമായിട്ട് നോക്കിയെന്നാണ് അവർ വാദിക്കുന്നത്. അവരുടെ വാദമാണ്, അവർക്ക് അങ്ങനെ വാദിക്കാനുള്ള അധികാരമുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോ ക്ലിപ്പും കൂടി വന്നിട്ടുണ്ട്. അതായത് അനീഷ് വീണ്ടും അനുമോളെ പ്രപ്പോസ് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. രാഗസാന്ദ്രമാണീ പ്രണയം ഇലപച്ച പൂമഞ്ഞ തഴുകിത്തലോടുന്ന കാറ്റിന്റെ മന്ദരി പ്രണയം. എന്തോ നിർത്തൂ, നിർത്തിയിരിക്കണോ? അതെ, എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ഇഷ്ടം വന്നു. ഒരാൾക്കൊരു ഇഷ്ടം വന്നു. കേൾക്കാൻ നല്ല രസമാണ്. ഒരാൾക്ക് ഒരു ഇഷ്ടം വന്നു. ആ ഇഷ്ടം മറ്റേ ആളോട്, ആരോടാണോ തോന്നിയത് ആ ആളോട് തുറന്നു പറഞ്ഞു. മനസ്സിലായോ? അല്ല, അതിലൂടെ വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് തുറന്നു പറഞ്ഞത്. പക്ഷെ എതിർഭാഗത്തിന് അത് ചിലപ്പോ അംഗീകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാര്യത്തെയും ബഹുമാനിക്കണം. അല്ല, ഈ പറഞ്ഞത് ശരിയാണ്. പാവപ്പെട്ട ഒരു മനുഷ്യന് ഒരു പെണ്ണിനെ കണ്ടിട്ട് ഇത്തിരി ഇഷ്ടം തോന്നി, അത് ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു. അതിനെ തുടർന്ന് എനിക്ക് നിങ്ങളെപ്പോലുള്ള ഒരാളെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് പ്രായമായ ഒരാളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ഈ പറയുന്ന അനുമോൾ എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കേണ്ടതല്ലേ? എന്തിനാണ് അനീഷിൻ്റെ പിന്നിൽ പോയി കളിയാക്കുന്നത് അല്ലേ? അപ്പോൾ ഏതായാലും നിങ്ങൾ ഗെയിം കണ്ട് വോട്ടിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.